മദ്യം, സമ്പത്ത്, സ്ത്രീ, അധികാരം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ലോകത്തോട് ചേർത്ത് നിർത്തുന്നത്. 4 കാര്യങ്ങളിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ലഹരി ജീവിതത്തിലേക്ക് വരണം. ഈ വിമൻ മൈൻഡ് വെൽത്ത് പവർ 4ൽ നിന്നും മോചനം പ്രാപിക്കും. ഇന്ന് ആത്യന്തികമായിട്ട് സമ്പത്തല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത്, നിലനിൽക്കാൻ സഹായിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും ചെറ്റക്കുടിയിൽ കിടക്കുന്ന പാവപ്പെട്ട ഒരു അമ്മയാവും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനെ സമ്പത്തില്ലാത്തതല്ല, മറിച്ച് ക്രിസ്തു ഉണ്ടോ ക്രിസ്തു ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഈ രാത്രി തിരികെ പോകുമ്പോൾ യേശുവിന്റെ കൈ പിടിച്ച് പോകാൻ ഈ സന്ധ്യ സഹായിക്കുന്നത്. അതായത് ഈ പെട്ടെന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. കഷ്ടിച്ചൊരു 2 മാസത്തെ ഇടവേളയ്ക്കുള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. ഇതെല്ലാം ഇപ്പോൾ ഇതെങ്ങനെയാവുന്നോ, ഇപ്പോൾ ആള് വരുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാവും, ഇതിന്റെ എക്സ്പെൻസസ് ഒക്കെ എങ്ങനെ മീറ്റ് ചെയ്യും, ഇതിനുള്ള പല കൺസേണുകളുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ഈ ഒരു കാര്യം, അച്ഛാ നമുക്ക് ഇങ്ങനെ ഒരു പ്രൈസ് പാർട്ടിയുടെ കാര്യം സംസാരിച്ചപ്പോൾ എപ്പോഴാണെന്ന് ഓർമ്മയില്ല, റൂമിൽ വെച്ചാണ്. അത് എന്ത് പറഞ്ഞപ്പോഴാണെന്ന് ഓർമ്മയില്ല, എന്തോ ഒരു കാര്യം സംഭാഷണത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ അച്ഛൻ അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അച്ഛൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്കൊരു ചഞ്ചലിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ എടുത്ത് ചാടാനൊരു 2 കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ധൈര്യം തരുന്നത്. ഒന്ന്, ഈശോ. ഒരു കാര്യം ദൈവഗതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തോട് എടുത്ത് ചാടാൻ ഭയങ്കര ഒരു ധൈര്യം, അത് കർത്താവ് ഉണ്ടെന്നുള്ളൊരു ധൈര്യമാണ്. രണ്ടാമത്തേത് ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ കർദിനാൾ ക്ലീമിസ് പിതാവാണ്. അതാണ് ഏത് നല്ല കാര്യവും ചെയ്യാൻ അത് ദൈവത്തിന് മഹത്വം കൊടുക്കും, ദൈവജനത്തിന് അനുഗ്രഹം കൊടുക്കുമെന്ന് കണ്ടാൽ അതിനകത്ത് ചാടിയാൽ എന്നെ കൂടെ നിൽക്കും, എന്നെ തള്ളി പറയില്ല എന്ന് എനിക്ക്